രാഹുൽ ഗാന്ധിയുടെ വോട്ടർ യാത്ര ഇന്നലെ സമാപിച്ചു. അപ്പം ഭാരത് ജോഡോയ്ക്ക് കിട്ടിയതുപോലെ തന്നെ ഒരു പൂർണ്ണ പിന്തുണയായിരുന്നു കിട്ടിയത്. കാര്യം രാഹുൽ ഗാന്ധിയുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോവേഴ്സ് കൂടുന്നു. മോദിയെ കടത്തി വെട്ടി രാഹുല്. ഇനി രാഹുൽ പറയുന്നുണ്ട് ഇതിനേക്കാൾ അപ്പുറമുള്ള സാധനം രാഹുലിന്റെ കയ്യിലുണ്ട് എന്നൊക്കെ. അപ്പം രാഹുൽ ഗാന്ധി വീണ്ടും ഒരു തിരിച്ചുവരവിലേക്ക് വരുമല്ലേ? രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ സീസണൽ പൊളിറ്റീഷ്യൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ആയിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പലപ്പോഴും നിൽക്കുന്ന നിപ്പിൽ അദ്ദേഹം അപ്രത്യക്ഷമായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് ശക്തമായിട്ട് നിന്നിട്ട് അവിടെ തോറ്റു കഴിഞ്ഞാൽ തോറ്റുകൂടുക എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഉടനെ തന്നെ എവിടെയെങ്കിലും യാത്ര പോകും. പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ എതിരാളികൾക്കൊക്കെ പറഞ്ഞ് പരിഹസിക്കാനൊക്കെ വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹം സ്വയം നവീകരിക്കപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. എല്ലാവരെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സഖ്യം, ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ എന്ന പേര് പോലും നിർദ്ദേശിച്ചത് അദ്ദേഹമാണ് എന്നാണ് ആ യോഗത്തിന് ശേഷം മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. പൂർണ്ണമായിട്ടും അതെല്ലാവരും ആ ഇന്ത്യ സഖ്യത്തെ എല്ലാ പാർട്ടികളും അംഗീകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ നിശ്ചയിക്കുക ഒക്കെ ചെയ്തത് അദ്ദേഹമായിരുന്നു. ആ ഭരണഘടന പിടിച്ചുകൊണ്ടുള്ള കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചരണം, അതാണ് ഉത്തർപ്രദേശിലൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായിട്ട് മാറുന്നത്. അതായത് ഭരണഘടനയെ ഇവർ ആക്രമിക്കുന്നു, അംബേദ്കറിന്റെ ഭരണഘടന ഉയർത്തി. കാരണം ഉത്തർപ്രദേശിലൊക്കെ കൂടുതലും പിന്നോക്ക ജാതിക്കാരുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ഇങ്ങനെ അംബേദ്കറിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണ് BJP നടത്തുന്നത്, സാധാരണക്കാരായ നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയും അത് അനുകൂലമായിട്ട് കോൺഗ്രസിനൊക്കെ അനുകൂലമായിട്ട് മാറുകയും ചെയ്തൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഈ 2 ഭാരത് ജോഡോ യാത്രകൾ നടത്തിയത്. അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെ പൂർണ്ണ അർത്ഥത്തിൽ നിർവചിച്ച 2 യാത്രകളായിരുന്നു. വെറുപ്പിന്റെ കമ്പോളത്തിൽ അതെ, അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് ഡയലോഗ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഓളം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെ ആയിരുന്നു. ആരാണ് വെറുപ്പിന്റെ വ്യാപാരികൾ, അവിടെ ആരാണ് സ്നേഹത്തിന്റെ കട തുറക്കാൻ പോകുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മെസ്സേജ് പൂർണ്ണമായിട്ടും കൺവേ ചെയ്യുന്ന ഒരു സ്ലോഗൻ തന്നെ ആയിരുന്നു അത് അദ്ദേഹത്തെ വലിയ രീതിയിൽ മാറ്റിമറിച്ചൊരു യാത്രയായിരുന്നു. ഒന്നാമത്തെ ഭാരത് ജോഡോ യാത്ര അദ്ദേഹം നടന്ന് ആണ് നീങ്ങിയത്. സാധാരണക്കാർ എത്ര ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകും നമ്മൾ കണ്ടു. രണ്ടാമതും അതേപോലെ ഒരു യാത്ര നടത്തി, അതും വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ എന്താ പറയുക, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പപ്പു എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന ഒരു നേതാവ് സ്വയം പരുവപ്പെട്ട് നവീകരിക്കപ്പെട്ട് ഒരു പുതിയ നായകനായിട്ട് അദ്ദേഹം മാറുന്ന, മോദിക്ക് ഒത്ത എതിരാളി എന്ന നിലയിലേക്ക് ഒരു പ്രതിനായകനായിട്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അട്ടിമറികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം. അത് അദ്ദേഹത്തിലെ ഒരു പക്വമതിയായ ഒരു പൊളിറ്റീഷ്യനെ തുറന്നു കാട്ടുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു. 1.5 മണിക്കൂറിലധികം അദ്ദേഹം അടുത്ത് നിന്നുകൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി പറഞ്ഞ് അതിന് ശേഷം എത്ര മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, പങ്കെടുത്ത മാധ്യമങ്ങളുടെ എല്ലാം ചോദ്യങ്ങൾക്ക് ശ്രദ്ധാപൂർവം അദ്ദേഹം ആ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്ത് അതിന് മറുപടി കൊടുത്ത്, കൺവിൻസ് ചെയ്യിക്കുന്ന മറുപടികൾ കൊടുത്ത് അദ്ദേഹം 1-2 മണിക്കൂറോളം നടത്തിയ ഒരു പത്രസമ്മേളനം. അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക മേക്ക് ഓവർ നൽകിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ബീഹാറിലെ വോട്ടർ യാത്ര നടത്തുന്നത്. അതിനും വലിയ രീതിയിലൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. ബീഹാറിലെ സാധാരണ ജനങ്ങളുടെ നിർലോഭമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. യുവാക്കൾ ഉൾപ്പെടെ രാഹുലിനൊപ്പമാണെന്ന് പറയുന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത്. ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഏതാണ്ട് 15 ലക്ഷം റിയാക്ഷനുകൾ മാത്രം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലൈക്കൊക്കെ അടിക്കും, ലവ് ഒക്കെ ചിഹ്നം, അത്തരത്തിൽ 15 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമല്ല. അത് മോദിക്ക് മാക്സിമം ആ സമയത്ത് കിട്ടിയത് 4.5 ലക്ഷമാണ്. അവിടെയാണ് രാഹുലിന് 15 ലക്ഷം മാത്രം ഈ റിയാക്ഷനിലൂടെ കിട്ടിയത്. അതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മുന്നോട്ട് പോയി. ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹത്തിന് ഫോളോവേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നു. ഇൻസ്റ്റഗ്രാം, നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യുവാക്കളുടെ ഒരു ഇടമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവിടെ പിന്തുണ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ
അവരും രാഹുലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പിന്തുണയാണ്. വെറുതെ പിന്തുണ കൊടുക്കുകയല്ല. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും എക്സിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം അവിടെയും ഒരു നായകനായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് സ്വയം തന്നെ നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പറയുന്ന പോലെ അതുപോലെ നല്ല ഒരു വീഡിയോ കണ്ടിരുന്നു, പ്രതിഷേധിക്കാൻ വരുന്നവർക്ക് ചോക്ലേറ്റ്. അതെ അതെ, ബീഹാറിലെ യാത്രക്കിടയിലാണ് BJP പ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മണ്ടയ്ക്ക് പ്രതിഷേധവുമായിട്ട് അദ്ദേഹം അപ്പോൾ അവരെ വിളിച്ചിട്ട് ചോക്ലേറ്റ് കൊടുത്തവരെ പറഞ്ഞു വിടുന്നത്. നമ്മൾ അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നേരത്തെയും ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ഭാരത് ജോഡോ സമയത്തും ഈ പറയുന്ന BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പ്രതിഷേധവുമായിട്ട് എത്തുകയും അവരോട് അദ്ദേഹം സ്നേഹത്തോടെ കാര്യം പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് അതിന്റെ പറയുന്ന എന്താ പറയുക വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടയെന്ന് പറയുന്നതൊക്കെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആ പ്രതികരണം, അതൊക്കെയാണ് അദ്ദേഹത്തെ ഒരു പൊളിറ്റീഷ്യനാക്കി തേച്ചു മിനുക്കി ഒരു പൊളിറ്റീഷ്യനാക്കി അദ്ദേഹത്തെ മാറ്റുന്ന ഓരോ സംഭവങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ബീഹാറിലെ ഈ യാത്ര അത് അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കിയിരിക്കുന്നു. പുതിയൊരു രാഹുൽ ഗാന്ധിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ പറയുന്നത് പോലെ BJPയിൽ വലിയ രീതിയിലുള്ള ഒരു ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ആ വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിന് ശേഷം തന്നെ BJP ആടി ഉലഞ്ഞിട്ടുണ്ടെന്ന്. കാരണം വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയുടെ കഥയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പ്രതി. അതിനൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇതുവരെ നൽകിയിട്ടില്ല. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ കാര്യങ്ങളും പോകുന്നത്. അവസാനം അവരൊരു പത്രസമ്മേളനം നടത്തി രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാനായിട്ട്. അവർ 3 പേരും ചേർന്നുകൊണ്ട് പത്രസമ്മേളനം നടത്തി. പക്ഷേ മാധ്യമങ്ങളുടെ അവർ തെരഞ്ഞെടുത്ത അവർക്ക് മറുപടി പറയാൻ പറ്റുന്ന അനുകൂലമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവർ എടുത്തത്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അവർ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വിട്ടുകളയുകയായിരുന്നു. ഒന്നിനും അവർ സാധാരണക്കാരൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറയാൻ അത് സാധിച്ചില്ല. അതായത് രാഹുൽ ഗാന്ധി അഡ്രസ് ചെയ്ത വിഷയങ്ങൾക്ക് ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ പത്രസമ്മേളനം വിളിച്ചിട്ട് പോലും അവർ വിളിച്ചു ചേർത്ത പത്രസമ്മേളനമാണ്. അതിനകത്ത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവരെ തുറന്നു കാട്ടപ്പെട്ട ഒരു പത്രസമ്മേളനമായിട്ട് അത് മാറുകയും ചെയ്തു. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് വോട്ടധികാര യാത്രയുടെ സമാപനം പട്നയിൽ നടന്നത്. വലിയൊരു പിന്തുണയായിരുന്നു. അതിന്റെ 16 ദിവസമായിട്ട് 25 ജില്ലകൾ കവർ ചെയ്ത് 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ നടന്ന ഒരു യാത്രയാണ്. 1300 കിലോമീറ്ററുകൾ ഈ യാത്ര പിന്നിട്ടു. നിരവധി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാര്, മുഖ്യമന്ത്രിമാര്, അല്ലാതുള്ള നേതാക്കളും സാധാരണക്കാരും ഒക്കെ തന്നെ വലിയ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ചേരുന്ന, ഇന്ത്യ ഒന്നാകെ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ചേരുന്ന ഒരു കാഴ്ച. കാരണം വലിയൊരു അട്ടിമറിയുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഏത് രീതിയിൽ കശാപ്പ് ചെയ്യാനാണ് BJP ശ്രമിക്കുന്നത് എന്ന് തുറന്നു കാട്ടപ്പെട്ട സംഭവമാണ്. അതിൽ കാര്യമുണ്ട്, കഴമ്പുണ്ട് എന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അതിനെതിരായ ഒരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. ഒരു വ്യക്തിപരമായ പോരാട്ടമല്ല. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും BJPയുടെ വ്യക്തിപരമായുള്ള വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ എന്തെങ്കിലും പ്രശ്നത്തിന്റെയോ അല്ല. ഒരു ജനതയ്ക്ക് ഇപ്പൊ നമുക്കറിയാം SIR വഴി, അതെ, ഈ രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണ്. നമുക്ക് ബീഹാറിലെ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ 65 ലക്ഷം ആളുകളുടെ വോട്ടവകാശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. ആ കേസിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലോടുകൂടിയാണ് സാധാരണക്കാർക്ക് ഈ വോട്ടവകാശം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം വന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു വിജയമാണ്, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വിജയമാണ്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും പാർട്ടികളും ഒക്കെ തന്നെയാണ് അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയൊരു തിരിച്ചടി നേരിട്ടു. ഈ പറയുന്ന 65 ലക്ഷം പേരുടെയും പട്ടിക പ്രസിദ്ധീകരിക്കാനും അവർ പരാതിയുമായിട്ട് വരുന്നവരെ വീണ്ടും ആ പരാതി കേൾക്കാനും ഒക്കെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പിന്തുണയാണ് ഈ സാധാരണ ജനങ്ങൾ ബീഹാറിൽ ഇപ്പോൾ നടത്തിയ യാത്രയിൽ അവിടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിൽ പോലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ രീതിയിലുള്ള പിന്തുണ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതിന്റെയാണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സ്റ്റോറികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിയാക്ഷനുകളിലൊക്കെ കിട്ടുന്ന ഒരു പിന്തുണ. ഒപ്പം തന്നെ ഫോളോവേഴ്സ് അത് വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് 4 പ്ലാറ്റ്ഫോമുകളിലും കൂടുന്നുണ്ട്. മോദിക്ക് വർദ്ധിക്കുന്നതിന്റെ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3-4 ഇരട്ടിയിലധികമാണ് ഈ ഫോളോവേഴ്സിന്റെ. BJPക്ക് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലൊരു PR ടീമുണ്ട്. ധാരാളം കാശ് മുടക്കി ചെയ്യുന്ന ഒരു സംവിധാനമാണ് BJPയെ സംബന്ധിച്ച്. അവിടെയാണ് രാഹുൽ ഗാന്ധി അതിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഈ രീതിയിലുള്ള പിന്തുണ, ജനങ്ങളുടെ പിന്തുണ ആർജിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ രാഹുൽ ഗാന്ധിയെ പണ്ട് ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ പോലും ചിലപ്പോൾ രാഹുൽ ഗാന്ധിയിലെ രാഷ്ട്രീയ പ്രവർത്തകനെ, രാഷ്ട്രീയ നേതാവിനെ വിമർശിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ
ആ വിമർശിച്ചവർ പോലും രാഹുൽ ഗാന്ധി ഒരു റിയൽ ഹീറോയാണ്, ഒരു റിയൽ ലീഡർ ആണ് എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം സ്വയം നവീകരിക്കപ്പെട്ടു എന്നതാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വോട്ടർ അധികാര യാത്ര എന്ന് പറയുന്നത്. അതിനകത്തെ താരം രാഹുൽ ഗാന്ധി തന്നെ ആയിരുന്നു. അവിടെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസത്തിനകത്ത് വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നടന്ന ഈ അധികാര യാത്ര അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ അവിടെ മഹാഗഠബന്ധൻ എന്നാണ് പറയുന്നത്. ഈ കോൺഗ്രസ് ഉണ്ട്, RJD ഉണ്ട്, CPI ML ഉണ്ട്, CPI CPM ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെയുണ്ട്. അവർക്കൊക്കെ തന്നെ നവോന്മേഷം പകരാൻ നമുക്കറിയാം. CPM-ന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടാണ് സമാപന സമ്മേളനത്തിൽ സംസാരിച്ചത്. അങ്ങനെ CPI-യുടെ D രാജയാകട്ടെ അദ്ദേഹം നടത്തിയത് വലിയൊരു പോരാട്ടമാണ്, അത് എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു പോരാട്ടമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് ഈ നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെ കേരളത്തിലൊക്കെ എതിർക്കുന്ന പാർട്ടിയാണ് CPM. നമ്മൾ ആലോചിക്കണം അത്. ആ പാർട്ടികളെല്ലാം തന്നെ ഒന്നിപ്പിക്കാനും അവരുടെ പിന്തുണ ഇന്ത്യ സഖ്യത്തിന് ഒരു ഉണർവ്, ആ പാർട്ടികൾക്കെല്ലാം അവിടെ ഒരു ഉണർവ് സൃഷ്ടിക്കാൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രത്യേക ഒരു തയ്യാറെടുപ്പിന്റെ ആവശ്യമല്ല. ഈ ഒരു ആവേശത്തിൽ മുന്നോട്ട് അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. അതിന്റെ ഒരു ഗുണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു എന്താ പറയുക, ഹൈഡ്രജൻ ബോംബ് അങ്ങനെയല്ലേ പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോദിക്കെതിരായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് വരാൻ പോകുന്നത്. എന്താണെന്ന് ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ മോദി എന്താ പറയുക, മുഖം കുനിച്ച് അദ്ദേഹത്തിന് നടക്കേണ്ടി വരുമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വെറുതെ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വെറുതെ പറഞ്ഞ് സ്വയം വിളിഭിനാകുന്ന ഒരു സാഹചര്യം ഇനിയിപ്പോൾ അദ്ദേഹം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്, വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് BJP സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാക്കും. മോദിക്ക് വലിയൊരു ഇമേജ് നഷ്ടം അതുണ്ടാക്കും. ഇതിനോടകം തന്നെ മോദിയുടെ ഈ ഒരു ജനപ്രീതി ഇടിഞ്ഞു എന്ന് അടുത്തിടയ്ക്ക് നടത്തിയ സർവേകളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. വലിയ രീതിയിൽ മോദിയുടെ ഒരു എന്താ പറയുക, മോദി എഫക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു BJP കഴിഞ്ഞ കുറെ കാലമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ തോതിൽ ഇടിവ് വന്നിരിക്കുന്നു. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി ആസ് എ ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തിനോടുള്ള ജനപിന്തുണ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം കൂടി ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് തുറന്നു വിടുക എന്ന് നമുക്ക് അറിയത്തില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ BJPക്ക് വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ചും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് BJPയെ ഏത് തരത്തിലാകും പ്രതികൂലമായി ബാധിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും.